സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 5 ആണ്. അപ്പോൾ അതിനകത്തുള്ള നെക്സ്റ്റ് സെക്ഷൻ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെന്താണ്? പെയേഴ്സ് ഓഫ് ലൈൻസ്. ഓക്കെ, സോ നമുക്ക് രണ്ട് ടൈപ്പ് ലൈൻസ് ഉണ്ട് അല്ലേ? ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഉണ്ട്, പാരലൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, സോ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Two lines, okay, 1 second. Two lines intersect if they have a common point. This common point is called a point of intersection. See here, നമുക്കിവിടെ രണ്ട് ലൈൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നത് അതിനൊരു കോമൺ പോയിന്റ് ഉണ്ടാകുമ്പോഴാണ്. രണ്ട് ലൈൻസിനും കൂടെയുള്ള ഒരു കോമൺ പോയിന്റ് ആണിത് അല്ലേ? സോ അങ്ങനെ ആ കോമൺ പോയിന്റിലൂടെ ആ രണ്ട് ലൈൻസും പാസ് ചെയ്യുമ്പോഴാണ് അവിടെ ഇന്റർസെക്ഷൻ നടക്കുന്നത്. സോ അങ്ങനെ ഫോം ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, it is the point of intersection. So two lines intersect if they are having a common point. Okay, so that is the case for intersecting lines. Okay, so if a line that intersects two or more lines at distinct points, it's called a transversal. Okay, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ലൈന് L ഉണ്ട്, ഇവിടെ ഒരു ലൈൻ M ഉണ്ട്. ഇനി നമുക്ക് P എന്ന് പറയുന്ന ഒരു ലൈന് കാണാം അല്ലേ? ഈ ലൈന് ഈ L എന്ന് പറയുന്ന ലൈനിന്റെ ഒരു പോയിന്റിൽ M എന്ന് പറയുന്ന ലൈനിൽ വേറൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു അല്ലേ? അതായത് രണ്ട് ലൈനിലായിട്ട് ഓരോരോ പോയിന്റിൽ, സെയിം ലൈനിൽ രണ്ട് പോയിന്റ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള ലൈൻസിൽ ഓരോ പോയിന്റ് ആയിട്ട് അല്ലേ? So a line that intersects two or more lines at distinct points is called a transversal. Okay, അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ലൈൻസുകളെ ഓരോന്നിനെയും വ്യത്യസ്തമായ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ലൈനിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. സോ ഹിയർ P is a transversal. P is the transversal of L and M. L എന്ന് പറയുന്ന M പറയുന്ന ലൈനിന്റെ ട്രാൻസ്വേഴ്സൽ വരച്ചതാണ് P. അപ്പോൾ ഈ ഓരോ ലൈൻസിന്റെയും ഓരോ ഭാഗത്തായിട്ട് അല്ലേ വ്യത്യസ്തമായ പോയിന്റ്സിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൈ വി കോൾ ദിസ് ലൈൻ P ആസ് എ ട്രാൻസ്വേഴ്സൽ. ലുക്ക് ദിസ് കേസ്, ഇവിടെ നമുക്ക് P എന്ന് പറയുന്ന ഒരു ലൈൻ. സോ ഹിയർ നമുക്ക് M ഉണ്ട്, L ഉണ്ട് അല്ലേ? M ഉം L ഉം ഈ ലൈനിൽ P യും പാസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെയുള്ള ഡിഫറൻസ് എന്താ? ഇവിടെ P ഈ രണ്ട് ലൈനിലും ഒരേ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ? ബട്ട് ഈ P എന്ന് പറയുന്നത് രണ്ട് ലൈനിനും രണ്ട് പോയിന്റിൽ മീറ്റ് ചെയ്യണം. അങ്ങനെ അവിടെ ട്രാൻസ്വേഴ്സൽ ആവുള്ളൂ. സോ ഹിയർ ദിസ് P is not transversal of L and M. Here P is a transversal of L and M. പിന്നെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ട്രാൻസ്വേഴ്സൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ലൈന് L M അത് ഇപ്പം നിങ്ങൾ കാണുന്നത് സാധാ ലൈൻസ് അല്ലേ? ഈ L എന്ന് പറയുന്ന ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ M നീട്ടി വരച്ചാൽ മീറ്റ് ചെയ്യും അല്ലേ? സോ ഇവിടെ L ഉം M ഉം എന്താണ്? പാരലൽ അല്ല. ഓക്കെ, ഈ കേസിൽ അപ്പോൾ പാരലൽ ലൈൻ ആണെങ്കിലും അല്ലാത്ത ലൈൻസിനും ഒക്കെ നമുക്ക് ട്രാൻസ്വേഴ്സൽ വരക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മളൊരു റെയിൽവേ ട്രാക്ക്, അപ്പം അതിനകത്ത് ഒരുപാട് അല്ലേ നമ്മൾ വെർട്ടിക്കലായിട്ട് രണ്ട് ലൈൻസും പിന്നെ ഒരുപാട് ഹൊറിസോണ്ടൽ ലൈൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്വേഴ്സൽ ലൈനിന് എക്സാമ്പിൾ ആണത്. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാം. Now angles made by a transversal. അപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. A line that intersect at distinct points on different lines is called a transversal. അപ്പോൾ അങ്ങനെ ഈ ട്രാൻസ്വേഴ്സൽ രണ്ട് ലൈനിനെ ഇന്റർസെക്ട് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ആംഗിൾസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first one, this. See here R and S are two lines and T is a transversal, right? So when lines intersect, നമ്മൾ പറഞ്ഞു രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ രണ്ട് റേ ഇന്റർസെക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ഫോം ചെയ്യും? ആംഗിൾസ് ഫോം ചെയ്യും. സോ ഇവിടെ നമുക്ക് 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു 8 ടൈപ്പ് ഓഫ് ആംഗിൾസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്താ? നമുക്ക് അതിനൊക്കെ ഓരോന്നിനും ഓരോ പേരുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. സോ ഹിയർ ഇന്റീരിയർ ആംഗിൾസ്, ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള പോർഷൻ അല്ലേ? അപ്പോൾ ഈ രണ്ട് ലൈനിനും ട്രാൻസ്വേഴ്സൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈനിന്റെ ഇന്റീരിയറിൽ കാണുന്നത് ഏതൊക്കെയാണ്? 3 4 5 6 അല്ലേ? സോ ആംഗിൾ 3 ആംഗിൾ 4 ആംഗിൾ 5 ആൻഡ് ആംഗിൾ 6 are called ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ ആ ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉള്ളതാണ്
1, 2 and 7, 8 അല്ലേ? ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 7, ആംഗിൾ 8 അത് ഈ രണ്ട് ലൈനിന്റെയും പുറത്തായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ട്രാൻസ്വേഴ്സലിന്റെ പുറത്ത് ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ട് R എന്ന് പറയുന്ന ലൈനിന്റെയും S എന്ന് പറയുന്ന ലൈനിന്റെയും പുറമെയാണ് നിൽക്കുന്നത്. So they are called exterior angles. Okay. Now see here angle 1, then angle 5. Angle 1, angle 5. അതുപോലെ angle 2, angle 6. Then angle 3, angle 7. Then angle 4, angle 8. Okay. These angles are called corresponding angles, pairs of corresponding angles. ശ്രദ്ധിക്കുക, ആംഗിൾ 1 ഇവിടെ മുകളിലുള്ളതാണ് ഈ 1, ഇവിടെയും മുകളിലുള്ളത് ആംഗിൾ 5. അപ്പോൾ ഒരേ സൈഡിൽ ഡിഫറെന്റ് വേർട്ടെക്സ് ആണ് ഇവിടെ. ഇതിന് ഈ വേർട്ടെക്സും ഇതിന് ഈ വേർട്ടെക്സ് ആണ്, ബട്ട് ഒരേ സൈഡിലാണ്, രണ്ടും മുകളിലാണ്. ഇവിടെ ആംഗിൾ 1 മുകളിലാണ്, ആംഗിൾ 5ഉം ഈ ലൈനിന്റെ മുകളിലാണ്. ട്രാൻസ്വേഴ്സലിനെ വിത്ത് റെസ്പെക്ട് പറയുമ്പോൾ ആ ലൈനിന്റെ മുകളിലായിട്ടുള്ള ആംഗിൾ 1ഉം ആംഗിൾ 5ഉം, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സലിന്റെ താഴെ ആയിട്ടുള്ള സെയിം സൈഡിലുള്ളത് നോക്കുക, ആംഗിൾ 3ഉം ആംഗിൾ 7ഉം. അത് രണ്ട് എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുപോലെ തന്നെയാണ് ആംഗിൾ 2ഉം ആംഗിൾ 6ഉം കറസ്പോണ്ടിങ് ആണ്, രണ്ടിന്റെയും മുകളിലാണ് അല്ലേ? പിന്നെ ആംഗിൾ 4ഉം ആംഗിൾ 8ഉം അത് വേറൊരു കറസ്പോണ്ടിങ്. അപ്പൊ പെയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ആംഗിൾ 1, ആംഗിൾ 5 ആണ് ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ദെൻ ആംഗിൾ 3 ആൻഡ് ആംഗിൾ 7 is second pair of corresponding angles. Angle 2 and angle 6 is another pair of corresponding angles, and angle 4 and angle 8 is another pair of corresponding angles. Okay. അപ്പോൾ നമ്മൾ പഠിച്ചു corresponding angles. പിന്നെ നമുക്കുള്ളത് alternate interior angles ആണ്. അതായത് ഇന്റീരിയർ ആംഗിൾസ് നമ്മൾ പറഞ്ഞു ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6 ആണ്. സോ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ആംഗിൾ 3യും അതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ളത് ആംഗിൾ 6 അല്ലേ? നമ്മളൊരു Z ഷേപ്പിൽ വരയ്ക്കുമ്പോൾ 3 and 6, ആംഗിൾ 3, ആംഗിൾ 6. ഇവിടെ ആണെങ്കിൽ ആംഗിൾ 4, ആംഗിൾ 5. സോ ആംഗിൾ 3 and ആംഗിൾ 6 ആണ് ഒരു പേര് ആംഗിൾ 4 and ആംഗിൾ 5. ഇനി പെയേഴ്സ് ഓഫ് ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾസ് 1, 2, 7, 8 ആണ്. അപ്പോൾ അതുപോലെ തന്നെ 1 അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 8 ഉണ്ടാവും. ദെൻ ആംഗിൾ 2ന് ഓപ്പോസിറ്റ് ആംഗിൾ 7. അതാണ് അനദർ പെയർ ഓഫ് ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓക്കെ. ഇനി നമുക്കുള്ളത് പെയേഴ്സ് ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലെ ഇന്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ 3യും ആംഗിൾ 5ഉം ഒരു പെയർ. ദെൻ ആംഗിൾ 4 ആൻഡ് ആംഗിൾ 6 അനദർ പെയർ. ഓക്കെ. അപ്പോൾ ഇതാണ് different types of angles that is made by a transversal. So you are having angle 1, angle 2, angle 7, angle 8 are exterior angles. Angle 3, angle 4, angle 5 and angle 6 are interior angles. Okay. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ corresponding angles പറയുന്നു. അത് ഇതിന് മുകളിലുള്ളത് ആംഗിൾ 1, then angle 5. Angle 1 and angle 5 ഒരു pair. Then another pair is angle 2 and angle 6. അത് another pair. പിന്നെ അടുത്ത pair angle 3 and angle 7. Then അടുത്തത് angle 4 and angle 8. Okay. പിന്നെ alternate interior angles ആണെങ്കിൽ angle 3 and angle 6 ഒരു pair. Then angle 4 and angle 5 another pair. Okay. Now another one is alternate exterior angles. That is angle 1 and angle 8 ഒരു pair. Angle 2 and angle 7 another pair. Okay. The next one is pairs of interior angles on the same side of transversal. Transversalന്റെ same sideലുള്ള interior angles എന്ന് പറയുമ്പോൾ angle 3, angle 5 ഒന്ന്, angle 4 and angle 6 another pair. Okay. See here. ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് corresponding angles include different vertices. They are on the same side of transversal and are in corresponding positions. Okay. അപ്പോൾ corresponding anglesന് ഇപ്പോൾ ഇവിടെ ഈ angle 1ഉം ഈ angle 5ഉം രണ്ടും എന്താണ്, ഡിഫറെന്റ് വെർട്ടീസ് ആണ്. 1ന്റെ വെർട്ടീസ് ഇതും 5ന്റെ വെർട്ടീസ് ഇതുമാണ് അല്ലേ? പിന്നെ ദേ ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലാണ്. നമ്മൾ ഇങ്ങനെ ഈ വെർട്ടിക്കൽ ആയിട്ട് വരച്ചതാണ് നമ്മൾ ഈ ട്രാൻസ്വേഴ്സൽ. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരേ സൈഡിലാണ് ഈ ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഉള്ളത്. പിന്നെ ദേ ആർ ഇൻ കറസ്പോണ്ടിങ് പൊസിഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് മുകളിലാണ്, ഈ ലൈനിന്റെ മുകളിലാണ് ആംഗിൾ 1, പിന്നെ അടുത്ത ലൈനിന്റെ മുകളിലാണ് ഈ 5 അല്ലേ? അതന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കേസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് മാത്രം അതൊന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയാന്ന് മാത്രം. So corresponding angles, they include different vertices and they are on the same side of transversal and they are in corresponding positions. Okay. And another one we discussed is alternate interior angles. They are having different vertices. They are on the opposite sides of transversals and lie between the two lines. Okay. ഈ രണ്ട് ലൈനിന്റെ ഇടയിലായിട്ട് നിൽക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് ആണല്ലേ ട്രാൻസ്വേഴ്സലിന്റെ ആംഗിൾ 3, ആംഗിൾ 6, ആംഗിൾ 4, ആംഗിൾ 5. ഡിഫറെന്റ് വെർട്ടീസസ് ആണ്. ഇതിന്റെ വെർട്ടീസ് ഇതും ഇതിന്റെ വെർട്ടീസ് ഇതുമാണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഈ ലൈനിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു Z ഇട്ട ഒരു രീതിയിലായിരിക്കും നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ.
കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്കൊരു എഫ് ഷേപ്പിലായിരിക്കും കാണുന്നത് കേട്ടോ. നമ്മളൊരു എഫ് ഷേപ്പിലാണ് കാണുക. ഓക്കെ, എഫ് വരച്ച പോലെ വരും. ഓക്കെ, നൗ ട്രാൻസ്വേഴ്സൽ ഓഫ് പാരലൽ ലൈൻസ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് സാധാ ഏത് ലൈൻ ആയിരിക്കട്ടെ അതിലൂടെ നമ്മൾ വരക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാരലൽ ലൈൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത് രണ്ട് ലൈൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ട് പാസ് ചെയ്യുന്നതാണ്. രണ്ടോ അതിൽ കൂടുതലോ ലൈൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്ത് പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ട്രാൻസ്വേഴ്സൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ നമ്മൾ പറഞ്ഞ ആ രണ്ട് ലൈൻസ്, ട്രാൻസ്വേഴ്സൽ അല്ലാത്ത മറ്റ് രണ്ട് ലൈൻസ്, അത് രണ്ട് ലൈൻസും പാരലൽ ആണെങ്കിൽ, അതായത് അവ ഒരിക്കലും മീറ്റ് ചെയ്യാത്ത ദോസ് ലൈൻസ് ദാറ്റ് ഡു നോട്ട് മീറ്റ് എനിവർ, അതിനെയാണ് നമ്മൾ പാരലൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ പാരലൽ ലൈൻസ് ആണെങ്കിൽ അവർ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, സോ പാരലൽ ലൈൻസ് ആർ ലൈൻസ് ഓൺ എ പ്ലെയിൻ ദാറ്റ് ഡു നോട്ട് മീറ്റ് എനിവർ. അപ്പൊ ഇതൊരു പാരലൽ ലൈൻസ് ആണല്ലേ. ഇതൊക്കെ എക്സാമ്പിൾ ആണ്, ഇത് എവിടെയും മീറ്റ് ചെയ്യില്ല. So first property is if two parallel lines are cut by a transversal, each pair of corresponding angles are equal in measure. അപ്പോൾ നമ്മൾ corresponding angles എന്താന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ട്രാൻസ്വേഴ്സൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആംഗിൾ ആണ് corresponding angles. അപ്പോൾ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുന്നത് രണ്ട് പാരലൽ ലൈൻസിനെയാണ് എന്നുണ്ടെങ്കിൽ ഈ corresponding angles ന്റെ മെഷർമെന്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, see here, ഇപ്പോൾ ദാ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്വേഴ്സിൽ പാസ് ചെയ്യുന്ന ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ angle 1 is equal to angle 5, angle 4 is equal to angle 8, angle 2 is equal to angle 6, angle 3 is equal to angle 7. That is corresponding angles are equal. So when a line intersect parallel lines, corresponding angles are formed. corresponding angles എപ്പോഴും ഫോം ചെയ്യും. പാരലൽ ലൈൻസ് തന്നെ വേണമെന്നില്ല, ഏത് ലൈനിനെയും ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ്. ബട്ട് ഇഫ് ദാറ്റ് ടു ലൈൻസ് ആർ പാരലൽ, ഇങ്ങനെ ഈ ട്രാൻസ്വേഴ്സിൽ പാസ് ചെയ്യുന്ന ഈ ലൈനും പാരലൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ നിങ്ങൾക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ angle 1 equal to angle 5, angle 4 equal to angle 8, angle 2 equal to angle 6 and angle 3 is equal to angle 7. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പാരലൽ ലൈൻസിന്റെ. The second one is if two parallel lines are cut by a transversal, each pair of alternate interior angles are equal. അപ്പോൾ നമ്മൾ പറഞ്ഞു alternate interior angles രണ്ട് വശത്തായിട്ടുണ്ട്. ഒന്ന് angle 4, angle 6 ആണ് ഒരു പെയർ angle 3 and angle 5. അപ്പോൾ ഈ രണ്ട് ലൈനും നമ്മൾ പാരലൽ ലൈൻസ് ആണ്. ട്രാൻസ്വേഴ്സൽ ഈ രണ്ട് പാരലൽ ലൈനെ ഇന്റർസെക്ട് ചെയ്തപ്പോൾ ഇവിടെ alternate interior angles ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആയത് കാരണം angle 4 is equal to angle 6 and angle 3 is equal to angle 5. Okay, angle 4 equal to angle 6 and angle 3 is equal to angle 5. അതായത് alternate interior angles ഈക്വൽ ആയിരിക്കും. സോ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, alternate interior angles ഈക്വൽ ആയിരിക്കും എപ്പോ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുന്നത് പാരലൽ ലൈൻസിനെ ആണെങ്കിൽ. ഓക്കെ, now third one is if two parallel lines are cut by a transversal, then each pair of interior angles on the same side of transversal are supplementary. അപ്പോൾ നമ്മൾ പറഞ്ഞു interior angles on the same side എന്ന് പറയുമ്പോൾ ഒന്ന് angle 1, angle 2 അല്ലേ, then angle 3, angle 4. നമ്മൾ പറഞ്ഞു angle 1 is equal to angle 4 ആണ്, angle 3 is equal to angle 2. alternate interior angles ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ പാരലൽ ലൈന് നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ ഫോം ചെയ്യുന്ന ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഏതൊക്കെയാണ്? ആംഗിൾ 1ഉം ആംഗിൾ 2 ആണ് സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾ, പിന്നെ ആംഗിൾ 3ഉം ആംഗിൾ 4ഉം ആണ്. അപ്പം അതിൽ എന്താ പറയുന്നത്, അത് രണ്ടും കൂടി സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 is equal to 180 degree. then angle 3 plus angle 4 is equal to 180 degree. അതായത് സപ്ലിമെന്ററി ആയിരിക്കും ആ രണ്ട് ആംഗിൾസ്. സോ എമ്മും എന്നും പാരലൽ ലൈൻസ് ആണ്. സോ എം ഇസ് പാരലൽ ടു എൻ. അങ്ങനെ പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ, രണ്ട് ലൈൻസിനെ ഇന്റർസെക്ട് ചെയ്ത് ഒരു ട്രാൻസ്വേഴ്സൽ പോവുകയാണ്. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആണ് 1, 2, 3, 4. സോ ദിസ് 1 and 2 are equal. 1 plus 2 gives you 180 degree and angle 3 plus angle 4 gives you 180 degree. അതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, Now, ഇനി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് റിവേഴ്സ് എടുത്ത് നമുക്ക് നോക്കാം. ചെക്കിംഗ് ഫോർ പാരലൽ ലൈൻസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത്? രണ്ട് ലൈൻസ് ഉണ്ട്, ട്രാൻസ്വേഴ്സിൽ രണ്ട് ലൈൻസിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണേണ്ടത്
ആ രണ്ട് ലൈനും പാരലൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കണ്ടീഷൻ നോക്കിയാൽ മതി അല്ലേ. രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്ത് പോകുന്നു, അത് പാരലൽ ആണോ അല്ലയോ നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ലൈൻസ് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ലൈൻസ് പാരലൽ ആയിരിക്കും. ഇനി അതിൻ്റെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് അതിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിലും ആ രണ്ട് ലൈൻസ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. So when a transversal cut two lines such that pairs of corresponding angles are equal, then the lines have to be parallel. അങ്ങനെയാണെങ്കിൽ അത് പാരലൽ ആയിരിക്കും. corresponding angles equal ആണെങ്കിൽ ആ തന്ന രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. When a transversal cuts two lines such that pairs of alternate interior angles are equal, the lines have to be parallel. അതുപോലെ തന്നെ ഒരു ട്രാൻസ്വേഴ്സൽ രണ്ട് ലൈനിനെ കട്ട് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വലും കൂടെ ആണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. Then when a transversal cuts two lines such that pair of interior angles on the same side of the transversal are supplementary, the lines have to be parallel. സെയിം കേസ് തന്നെയാണ്. ഒരു ട്രാൻസ്വേഴ്സൽ രണ്ട് ലൈനിനെ കട്ട് ചെയ്യുന്നു, അങ്ങനെ ഇന്റീരിയർ ആംഗിൾസ് ഫോം ചെയ്യുന്നു, അത് ആ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ളത് സപ്ലിമെന്ററി ആണ് എന്നുണ്ടെങ്കിൽ ലൈൻസ് ഹാവ് ടു ബി പാരലൽ. ഓക്കെ, സി നമുക്കിവിടെ കുറച്ച് ലൈൻസ് ഇപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വി ഹാവ് ടു ചെക്ക് വെദർ L parallel to M. L-ഉം M-ഉം പാരലൽ ലൈൻസ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. L, M എന്ന് പറയുന്ന രണ്ട് ലൈൻസിന് ട്രാൻസ്വേഴ്സൽ T കട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെയും 50 ഡിഗ്രി ആണ്, ഇവിടെയും 50 ഡിഗ്രി ആണ്. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് തന്നിട്ടുണ്ട്. അത് രണ്ടും എന്താണ്, സെയിം ആണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, L is parallel to M. ഉറപ്പിക്കാം, റൈറ്റ്. ഇനി ഇത് നോക്കണം. ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 130 ഡിഗ്രി ആണ്. അപ്പം നമുക്ക് കാണണം എല്ലും എമ്മും പാരലൽ ആണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, ഇവിടെ 130 ഡിഗ്രി ആണ് അല്ലേ. സോ നമുക്ക് ഇത് നമുക്ക് കാണാം, ഈ ആംഗിൾ, ഈ 130യുടെ തൊട്ട് താഴെയുള്ള ഈ ആംഗിൾ, see here, ഈ ആംഗിൾ. അപ്പം അതെന്തായിരിക്കും നമുക്ക് നോക്കാം. ഇത് 130 ഡിഗ്രി ആണ്. പിന്നെ ഈ ആംഗിൾ നമുക്ക് കാണണം. ഇപ്പൊ ടോട്ടലായിട്ട് നമ്മൾ പഠിച്ചു ഇതൊരു എന്ത് ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്, ഇത് ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ് അല്ലേ, ലീനിയർ പെയർ ആണിത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോഴേ മനസ്സിലായിരിക്കണം ഇതൊരു ലീനിയർ പെയർ ആണ് അല്ലേ. ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ അല്ലേ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് എന്താണ് 180 ഡിഗ്രി ആയിരിക്കും. സോ ഈ 130 ഡിഗ്രിയും ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ആംഗിൾ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സോ ഈ 130 ഡിഗ്രി പ്ലസ് എക്സ് എന്തായിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, this is x ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. സോ വി ഹാവ് ടു ഫൈൻഡ് അതിന്റെ വാല്യൂ എന്താ നോക്കാം. സോ 130 ഡിഗ്രി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ 180 മൈനസ് 130 ആണ് അല്ലേ. സോ 180 മൈനസ് 130 എത്രയാണ്, 80 മൈനസ് 30 വരുമ്പോഴേക്കും 50 ആണ് അല്ലേ. സോ ഇവിടെ എന്തായിരിക്കും, 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്തായിട്ട് കിട്ടും, 50 ഡിഗ്രി. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് 50 ഡിഗ്രി ആണ്. അപ്പൊ ഇതും 50 ഡിഗ്രി ആയി, ഇതും 50 ഡിഗ്രി ആയി. തമ്മിൽ എന്താണ്, രണ്ടും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്താണ്, ഈക്വൽ ആണ്. സോ L is parallel to M. C. ഇനി നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ പറയുന്നത് L-ഉം M-ഉം പാരലൽ ആണ്. L is parallel to M എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, L is parallel to M ആണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ രണ്ട് ആംഗിൾസ് എന്താണ്, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആണ് അല്ലേ. സോ അപ്പൊ അതിന്റെ ഒരു കണ്ടീഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, 70 ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. സെയിം സൈഡ് ഓൺ ദ ട്രാൻസ്വേഴ്സൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും, സോ 180 മൈനസ് 70 ആയിരിക്കും ഈ എക്സിന്റെ വാല്യൂ. അപ്പൊ അത് എത്രയായിരിക്കും, 110 ഡിഗ്രി അല്ലേ. സോ ഇവിടെ 180 ഡിഗ്രി മൈനസ് 70 അത് എത്രയായിരിക്കും, ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി അല്ലേ. 180 മൈനസ് 70 ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണ് വരിക.
ഓക്കെ, അപ്പൊ അത് നമുക്ക് കൊടുത്തിട്ടുള്ളത് L പാരലൽ ടു M ആണ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എക്സിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ എക്സസൈസ് 5.2 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോപ്പർട്ടി എന്താ നോക്കുക. ഇതാണ് നമ്മുടെ ഫിഗർ. So if A parallel to B, then angle 1 is equal to angle 5. A എന്ന് പറയുന്നത് ലൈൻ ഇത്, B എന്ന് പറയുന്ന ലൈൻ ഇത്. So A is parallel to B എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം പറയുന്നത് angle 1 is equal to angle 5. അപ്പോൾ if A parallel to B, angle 1 is equal to angle 5 എന്നതിന്റെ കണ്ടീഷൻ എന്താണ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, corresponding angles അല്ലേ? Pair of corresponding angles are equal. If a transversal cuts two parallel lines, then the corresponding angles so formed are equal. അല്ലേ? എയും ബിയും പാരലൽ ആണ്, ട്രാൻസ്വേഴ്സൽ അതിനെ കട്ട് ചെയ്ത് പാസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആംഗിൾ 1 is equal to ആംഗിൾ 5. കാരണം എന്താണ്? അത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി, നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രോപ്പർട്ടി. Then second one is, if angle 4 is equal to angle 6, then A parallel to B. ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ A parallel to B. അപ്പൊ അതിന് നമ്മൾ പഠിച്ചത് എന്താ? If alternate interior angles formed by a transversal are equal, then the lines are parallel. അത് നമ്മൾ പഠിച്ചു അല്ലേ? അത് കാരണം alternate interior angles equal ആണെങ്കിൽ A is parallel to B. Then third one is, if angle 4 plus angle 5 is equal to 180 degree, then A parallel to B. അപ്പോൾ നമ്മൾ അവസാനം പഠിച്ച പ്രോപ്പർട്ടി ആണ്. So if a transversal cuts two lines and if the interior angles on the same side is supplementary, the sum of the interior angles on the same side is supplementary, then A parallel to B. Okay, അപ്പോൾ നമ്മൾ ടോട്ടൽ ആയിട്ട് 6 പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചിട്ടുള്ളത്. അത് 3 എണ്ണം പഠിച്ചാൽ മതി, അത് നേരെ തിരിച്ചെഴുതിയത് ആണ് അടുത്ത 3 എണ്ണം അല്ലേ? ഓക്കെ, സോ സൊല്യൂഷൻസ്, ആദ്യത്തത് കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ പ്രോപ്പർട്ടി ആണ്, രണ്ടാമത്തെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു, മൂന്നാമത്തെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി, ദാറ്റ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്. ഇറ്റ്സ് വെരി സിമ്പിൾ, നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചതിന്റെ. നൗ in the adjoining figure identify, okay, the pairs of corresponding angles, the pairs of alternate interior angles, the pairs of interior angles on the same side of transversal vertically opposite angles. Okay, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ആണിത്. Here A is parallel to B ആയിട്ടുള്ള ഒരു ഫിഗർ തന്നിട്ടുണ്ട്. Then C എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സലും തന്നിട്ടുണ്ട്. First the question, we have to identify the pairs of corresponding angles. Okay, say with me, എൻ്റെ കൂടെ നിങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്? അതിൻ്റെ പെയർസ് ആണ് angle 4 and angle 8, first pair, right? Then angle 1 and angle 5, second pair. Then angle 3 and angle 7 is third pair. Angle 2 and angle 6 is fourth pair. Okay, angle 4 angle 8 ഒന്ന്, angle 1 angle 5 അടുത്തത്, angle 3 and angle 7 അടുത്തത്, angle 2 and angle 6, അതാണ് corresponding angles. Okay, second one is the pairs of alternate interior angles. അപ്പോൾ alternate interior angles ഏതൊക്കെയാണ്? angle 3 and angle 5 ഒരു pair, then angle 2 and angle 8. അപ്പോൾ രണ്ട് pairs ആണ് ഉണ്ടാകുക, angle 3 and angle 5 ഒന്ന്, angle 2 and angle 8 another one. Then third one is the pairs of interior angles on the same side of transversal. അപ്പോൾ transversalന്റെ same sideലുള്ള interior angles ഏതൊക്കെയാണ്? angle 3 and angle 8, angle 2 and angle 5. angle 3ഉം angle 8ഉം ഒരു pair, പിന്നെ angle 2 and angle 5 another pair. Fourth one is vertically opposite angles. അപ്പോൾ vertically opposite angles നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നേരെ ഓപ്പോസിറ്റിൽ എക്സ് എന്ന് ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതൊക്കെയാണ്? ആംഗിൾ 1ഉം ആംഗിൾ 3ഉം ഒരു പെയർ ആണ്, ആംഗിൾ 4 ആൻഡ് ആംഗിൾ 2 അനദർ പെയർ, പിന്നെ ആംഗിൾ 5 ആൻഡ് ആംഗിൾ 7 ഒരു പെയർ, ആംഗിൾ 8 ആൻഡ് ആംഗിൾ 6 അനദർ പെയർ. 1ഉം 3ഉം 4ഉം 2ഉം 5ഉം 7ഉം 8ഉം 6ഉം സി. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതാണ് അതിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇവിടെ റീറൈറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ സൊല്യൂഷൻ ഇസ് ആംഗിൾ ഇ പ്ലസ് 125 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇതൊരു ലീനിയർ പെയർ അല്ലേ? ഇയും ഈ 125 ഡിഗ്രിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും, റൈറ്റ്? ദെൻ യു ഹാവ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180 മൈനസ് 125, ദാറ്റ് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി, റൈറ്റ്?
സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതെങ്ങനെയെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഈ രണ്ട് ലൈനും കൂടെ ഇതല്ലേ, ഈ റേയും ഓപ്പോസിറ്റ് ആണ്. സോ ടോട്ടൽ 180 ഡിഗ്രി ആയിരിക്കും. So 180 degree minus 125 degree ആണ് E. So that is equal to 55 degree, right? Then you have angle F is equal to angle E, that is equal to 55 degree, that is vertically opposite angles, അല്ലേ? So angle E is equal to angle F. അപ്പോൾ നമുക്ക് E യും കിട്ടി F ഉം കിട്ടി. ഇനി അടുത്തത് angle D is equal to 125 degree, കാരണം ഇതൊരു ട്രാൻസ്വേഴ്സൽ ആണ്, P യും Q യും പാരലൽ ആണ്. സോ 125 ഡിഗ്രി ആണ് ആംഗിൾ D യും ആവുന്നത്. ഡ്യൂ ടു കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, ഈ D യും ഈ 125 ഉം കറസ്പോണ്ടിങ് ആണ്. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ആംഗിൾ D is equal to 125. അപ്പോൾ ആംഗിൾ D 125 ആണ് എന്നുണ്ടെങ്കിൽ ആംഗിൾ A എന്തായിരിക്കും? ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ F തന്നെയാണ് അല്ലേ? So angle A is equal to angle F. Angle F നമ്മൾ കണ്ടുപിടിച്ചു 55 ഡിഗ്രി ആണ്. So angle A is also 55 ഡിഗ്രി. പിന്നെ angle D 125 ഡിഗ്രി ആണ്. Then angle B കാണാൻ angle D is equal to angle B, vertically opposite angles ആണ്. Angle A is equal to angle C, അതും vertically opposite angles. So ആ രീതിയിൽ നമുക്ക് ആംഗിൾ A യും കിട്ടും, ആംഗിൾ C യും കിട്ടും, B യും കിട്ടും അല്ലേ? സോ അപ്പം നമുക്ക് എല്ലാ ആംഗിൾസും ആയി. ഓക്കെ, സോ ഈ രീതിയിലാണ് അത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ മെയിൻ അത് ഓരോ ആംഗിൾസ് എത്രയും നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം അതിൽ നിങ്ങൾക്ക് എളുപ്പം ഏതാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു രീതിയിൽ വരുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, ഏത് രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, the next question is find the value of x in each of the following figures if L parallel to M. സോ ഇവിടെ തന്നിട്ടുണ്ട് L M പാരലൽ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇവിടെ 110 ഡിഗ്രി ആണ്, ഇത് എക്സ് ആണ്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിളും 110 ഡിഗ്രി ആണ്. അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും? എക്സിന് നമുക്ക് എങ്ങനെ കാണാം? 180 മൈനസ് 110 അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ആംഗിൾ y ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലേ? ഇത് ആംഗിൾ y ആണ്. അപ്പോൾ ഈ ആംഗിൾ y എന്ന് പറയുമ്പോൾ 180 മൈനസ് 110 ആയിരിക്കും. സോ 180 മൈനസ് 110 ആണ്, കാരണം അത് ലീനിയർ പെയർ ആണ്. അപ്പോൾ 180 മൈനസ് 110 എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി ആയി. പിന്നെ ആംഗിൾ y 70 ആണെങ്കിൽ ആംഗിൾ എക്സും 70 ആണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയത് കാരണം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് 110 ആണെങ്കിൽ ഈ എക്സിന്റെ തൊട്ട് ഇവിടെ നിൽക്കുന്നത് 110 ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് കാരണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആംഗിൾ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 110 കിട്ടും ഇവിടുത്തെ. ദെൻ ഈ 110ഉം ഈ എക്സും കൂടെ കൂട്ടിയിട്ട് ഇവിടെ 180 ആയിരിക്കും. സോ 180 മൈനസ് 110 ആയിരിക്കും എക്സ്. അപ്പൊ ഏത് രീതിയിലും ചെയ്യാം, എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടുന്നത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇതാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതാണ് കേട്ടോ ഫിഗർ. ഇവിടെ എയും ബിയും പാരലൽ ആണ് അല്ലേ? പാരലൽ ലൈൻസ് ആണ്. നമുക്ക് എൽ എം എന്ന് പറയുന്ന വേറെ രണ്ട് ട്രാൻസ്വേഴ്സൽസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണേണ്ടത് ആംഗിൾ എക്സ് ആണ് ഇവിടെ കാണേണ്ടത്. സോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഒരു എമ്മും എല്ലും ട്രാൻസ്വേഴ്സൽ ആണ് എയും ബിയുടെയും. സോ നമുക്കത് ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ ഈ 100 ഡിഗ്രിയും ഈ ആംഗിൾ എക്സും തമ്മിലുള്ള ബന്ധം നമുക്ക് ഒറ്റതിൽ തന്നെ മനസ്സിലാവും. ദാറ്റ് ഇസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുന്നത് എൽ പാരലൽ ടു എമ്മും എ എന്ന് പറയുന്നതിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുത്തു. എ എന്നുള്ളത് ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുന്നു. എല്ലും എമ്മും പാരലൽ ലൈൻസും ആണെങ്കിൽ ഈ 100 ഡിഗ്രി ഈ ആംഗിൾ എക്സും സെയിം ആയിരിക്കും അല്ലേ? ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, സോ നൗ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം, എളുപ്പമാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യന്. അതും ഇതുപോലെ തന്നെയുള്ളൂ. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ ബിലോ ഡിസൈഡ് വെദർ എൽ ഇസ് പാരലൽ ടു എം. അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് എൽ എമ്മിനോട് പാരലൽ ആണോ അല്ലയോ എന്ന് നോക്കുകയാണ് വേണ്ടത്. സോ നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റത്തെ ഫിഗറിൽ എൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ, എൽ എം എന്ന് പറയുന്ന രണ്ട് പാരലൽ ലൈൻസ് അല്ലേ? സോറി, പാരലൽ അല്ല, രണ്ട് ലൈൻസ്. അത് പാരലൽ ആണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഇവിടെ 126 ഡിഗ്രി ആണ് ഇത് തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 44 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ ആംഗിള്, അതായത് ഇവിടെ ഒരു ആംഗിള്, ഈ ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 126 ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും കൂടെ കൂടിയിട്ട് 180 ഡിഗ്രി ആണ് അല്ലേ? സോ 180 ഡിഗ്രി മൈനസ് 126 ഡിഗ്രി എത്രയെന്ന് നോക്കാം. അപ്പോ
അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. സോ അത് നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് നോക്കുക, 180 മൈനസ് 120 ചെയ്യുമ്പോൾ 70 സംതിങ് അല്ലേ, 180യിൽ നിന്ന് 20 പോയ 60 ആണ്. സോ നമുക്ക് 64 അല്ലേ, 66 ഡിഗ്രി ഒക്കെ ആയിരിക്കും. ബട്ട് ഇവിടെ 45 ഡിഗ്രി ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ സെയിം അല്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച ഈ രണ്ട് ലൈൻസിൻ്റെ സെയിം സൈഡിലുള്ള ആംഗിൾസ് ആണ് 126 ഡിഗ്രിയും 44 ഡിഗ്രിയും. ഇതാണ് കേട്ടോ എളുപ്പം. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. സോ 126 ഡിഗ്രി പ്ലസ് 44 ഡിഗ്രി നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 170 ഡിഗ്രി. നമ്മുടെ കണ്ടീഷൻ എന്താണ്, എൽ എമ്മിനോട് പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 degree കിട്ടണം. So if L parallel to M, then sum of interior angles on the same side is 180 degree. Here 126 degree plus 44 degree is equal to 170 degree. Therefore L is not parallel to M. കാരണം ഇവിടെ 180 അല്ല, therefore L is not parallel to M. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതാണ് എൽ എം രണ്ട് ലൈൻസ് ഉണ്ട്. ഇവിടെ എൻ എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ. സോ ഇവിടെ ഒരു 75 ഡിഗ്രി, ഇവിടെ ഒരു 75 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കാണേണ്ടത് ഇത് എല്ലും എമ്മും പാരലൽ ആണോ എന്ന് കാണണം. സോ അതിന് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഒരു ഇവിടെ ഞാൻ റീഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലൈന് നമ്മൾ ഈ ഒരു ആംഗിൾ കാണുക. സോ 100 ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 180 ആണ്, കാരണം ലീനിയർ പെയർ അല്ലേ. സോ 180 മൈനസ് 75 നോക്കുക. ഇത് 75 ഡിഗ്രി പ്ലസ് എക്സ് ആണ്, 180 ഡിഗ്രി ലീനിയർ പെയർ കാരണം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും, 105 ഡിഗ്രി അല്ലേ, 105 ഡിഗ്രിയാണ്. സോ ഇഫ് എൽ ഇസ് പാരലൽ ടു എം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എക്സ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും, ഇത് 75 ഡിഗ്രി അല്ലേ, എക്സ് 75 ഡിഗ്രി ആയിരിക്കണം. ബട്ട് നമുക്ക് എക്സ് കിട്ടിയത് എത്രയാണ്, 105 ഡിഗ്രിയാണ്. സോ യു ക്യാൻ സീ ദാറ്റ് L is not parallel to M. L parallel ആണ് എന്നുണ്ടെങ്കിൽ ഈ 75 ഡിഗ്രിയും ഈ എക്സും സെയിം ആയിരിക്കണം. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എക്സിന് നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നത്, 105 ആണ്. സോ 105 is not equal to 75. Therefore L is not parallel to M. അപ്പോൾ ഇതിനകത്തുള്ള 6th വണ്ണിലെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലെ 3rd വണ്ണും 4th വണ്ണും നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ 5th ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തു നോക്കുക. ബാക്കി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഇപ്പോൾ പാരലൽ ലൈൻസ് ആണെങ്കിൽ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചു മറിച്ചുമായിട്ട് നമ്മൾ ചോദിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മറക്കാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ 5th ചാപ്റ്റർ കഴിയാണ്. ഓക്കെ, താങ്ക് യു.